വഴുക്കുംപാറയിലെ നടുച്ചിറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ശബ്ദം കേട്ടപ്പോൾ നോക്കിയപ്പോൾ തൊട്ട് ഉമ്മറത്ത് എന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് നോക്കിയപ്പോഴാണ് ഈ ആന തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടത്. ചക്ക തിന്നാണ്. ചക്ക തിന്നായിരുന്നു. മാന്തി ചക്ക തിന്ന അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കണു. തൃശൂർ വഴുക്കുംപാറയിലെ നടുച്ചിറയിലെ ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങി ഭീതി സൃഷ്ടിക്കുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കാട്ടാന വീടുകൾക്കിടയിലൂടെ എത്തിയത്. തുടർന്ന് കൊച്ചത്ത് ഷീജയുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പ്ലാവിൽ നിന്നും ചക്കകൾ വലിച്ചിട്ട് ഭക്ഷിച്ചു. ശേഷം ഇടശ്ശേരി ജോസഫിന്റെ നേന്ത്രവാഴത്തോട്ടത്തിലെത്തി 50ഓളം വാഴകളും നശിപ്പിച്ചു. കൂടാതെ മണ്ണത്ത് സുന്ദരന്റെ 40 വാഴകളും നശിപ്പിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട DCC എക്സിക്യൂട്ടീവ് അംഗം KC അഭിലാഷ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA പൗലോസ്, കോൺഗ്രസ് നേതാക്കളായ വാർഡ് പ്രസിഡന്റ് എടശ്ശേരി ബിനോയ്, ജോർജ് എടശ്ശേരി, MC ബാബു എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് അംഗം KP ചാക്കോച്ചൻ സ്ഥലത്തെത്തി വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചു. വനം വകുപ്പും പഞ്ചായത്തും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നില്ല എന്ന് KP ചാക്കോച്ചൻ പറഞ്ഞു. പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വേലിയുടെ പ്രവർത്തനം തകരാറിലായിട്ടും തകരാർ പരിഹരിക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല എന്നും ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുവാനോ പുതിയ വൈദ്യുതി വേലി സ്ഥാപിക്കുവാനോ മന്ത്രി K രാജൻ തയ്യാറായിട്ടില്ല എന്നും ഇത് തുടർന്നാൽ നടുറോഡിൽ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മന്ത്രിയെ തടയുമെന്നും KC അഭിലാഷ് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാന നിരന്തരം അക്രമം നടത്തിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, പാട്ടത്തിന് കൃഷിഭൂമി എടുത്ത് കർഷകർ അവരുടെ മക്കളെ പോലെ പരിപാലിച്ച വാഴയാണ് 10-40ഓളം വാഴയാണ് ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ശരിക്ക് വായിൽ വയ്ക്കാവുന്ന പരുവത്തിലേക്ക് വരുമ്പോൾ വായിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആ കൃഷിയെ നശിപ്പിച്ചുകൊണ്ട് കാട്ടാന കടന്നു പോകുമ്പോൾ നിരവധി വർഷങ്ങളായി ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി ഇവിടുത്തെ വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകൾ ഒരുപാട് തവണ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന അധികാരികളോടും MLAയോടുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇവിടെ നിലവിൽ മുൻ MLA MP വിൻസെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഫെൻസിങ്, ആ ഫെൻസിങ് ഒന്ന് പരിപാലിക്കുന്നതിന് നേതൃത്വം നൽകാനാണ് പറയുന്നത്. വള്ളി കയറി കാട് പിടിച്ച് മരങ്ങൾ ഒടിഞ്ഞു വീണ് ആ ഫെൻസിങ് ഒക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ആ ഫെൻസിങ്ങിലേക്ക് ആവശ്യമായ ബാറ്ററികളിൽ വെള്ളമൊഴിക്കുന്നതിന് പോലും ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് അധികൃതർ, ഇവിടെ തൊട്ടടുത്ത് തന്നെ വാര്യത്തുകാട് പ്രദേശത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ പ്രദേശത്തേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത്തരം ഒരു പ്രദേശത്ത് ആന ഇറങ്ങുന്ന ജനവാസ മേഖലയിൽ ഇത്രയും വലിയ ഒരു പ്രദേശത്ത് ഇതുപോലെ നിരന്തരം ആനയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വീടിന് മുറ്റത്ത് വരുന്നു, മുറ്റത്ത് വന്ന് മുറ്റത്ത് നിൽക്കുന്ന പ്ലാവ് കുത്തി മറച്ചിടാൻ നോക്കുന്നു, അതിൽ നിന്നുള്ള ചക്ക ഇളക്കിയിട്ട് അത് ഭക്ഷിക്കുന്നു. അത് കണ്ട് വീട്ടമ്മ വാതിൽ തുറന്ന് നോക്കുമ്പോൾ സ്വന്തം വീടിന് മുമ്പിലാണ് ആന വന്ന് നിൽക്കുന്നത്. അത്രയും ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ പോലും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഒരു ഇടപെടലുമില്ല എന്നുള്ളത് വളരെ ദയനീയമാണ്. കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയാണ് നമ്മുടെ MLA കൂടിയായ കെ രാജനെ പോലെ ഒരാൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ നിസ്സാര സമയം മതി. ഒരു ചെറിയ പണം അനുവദിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഇത്തരം ജനവാസ മേഖലയിൽ നിർമ്മിച്ചിട്ടുള്ള ഫെൻസിങ്ങുകൾ അതിവേഗം ത്വരിത വേഗത്തിൽ അത് ഉപയോഗപ്രദമാക്കി മാറ്റി ആന വരുന്നതിന് തടയിടാൻ ട്രെഞ്ച് കുഴിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക, ആവശ്യമായ വാച്ചർമാരെ നിയമിക്കുക, ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം കർഷകർക്കുണ്ടായ നഷ്ടത്തിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ, മന്ത്രിയെ വഴിയിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അടിയന്തര ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ മന്ത്രിക്ക് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഈ ജനങ്ങളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിനും വനംവകുപ്പിനും റവന്യൂ മന്ത്രിക്കും പരാതി പലവട്ടം നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കണമെന്നും കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KA പൗലോസ് പറഞ്ഞു. ഈ വഴുക്കുംപാറ ഈ നടിച്ചിറ പ്രദേശത്ത് 10-75 വീട്ടുകാർ തിങ്ങിപ്പറക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് തുടർച്ചയായിട്ട് ആന ഇറങ്ങുന്നത് മൂലം പല സമയങ്ങളിലും മന്ത്രിയോടും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരോടും ഇതിൻ്റെ ഫോറസ്റ്റ് അധികൃതരോടും നമ്മൾ പല പ്രാവശ്യം കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇതിന് യാതൊരു പരാതികൾ അയക്കുകയും ചെയ്തിട്ടുള്ളതാണ്. യാതൊരു പ്രതികരണവും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇവിടെ ഫെൻസിങ്ങിൻ്റെ ബാറ്ററി പോലും മാറ്റിവെക്കാനുള്ള ഒരു അവസരം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ജനവാസ മേഖലയിൽ ആന ഇറങ്ങുന്നത് മൂലം കൃഷിനാശം സംഭവിക്കുന്നതല്ല ഞങ്ങളുടെ പ്രധാനമായ വിഷയം. കൃഷിനാശം സംഭവിക്കുന്നതിലുപരിയായിട്ട് കിടന്നുറങ്ങാൻ പറ്റാതെ
മനുഷ്യന് ജീവന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ അത്രയും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് നാളെ അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റോ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോ മറുപടി പറയാനുള്ള സാധ്യതകൾ വളരെ കുറവായി കാണുന്നു. ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ യാതൊരു തരവുമില്ല. ഇവർക്ക് കടന്നുറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. എത്രയും പെട്ടെന്ന് ഈ വനമേഖലയിൽ ഫെൻസിങ് പൂർത്തിയാക്കി അതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തി അതിൻ്റെ ബാറ്ററികൾ സ്ഥാപിച്ച് പുനഃക്രമീകരണം ചെയ്തു കിട്ടണം എന്നുള്ളതാണ്. ഇത് പല പ്രാവശ്യം റവന്യൂ മന്ത്രിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ MLA ആയ കെ രാജനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതുവരെ നടപ്പാക്കി തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഉടനെ അത് നടപ്പാക്കി തരണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. പുതിയ വൈദ്യുതി വേലി സ്ഥാപിക്കുകയോ അല്ലാത്ത പക്ഷം പഴയത് തകരാർ പരിഹരിച്ച് പുനഃസ്ഥാപിച്ച് മനുഷ്യന്റെ ജീവനും കൃഷിക്കും സംരക്ഷണം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതിവിധി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെൻസിങ് സ്ട്രോങ് ആക്കുക. ഫെൻസിങ്ങിനെ സംബന്ധിച്ച് ഇവിടെ പറയുന്നുണ്ടെന്ന് പറയാനല്ലാതെ യാതൊരു കാര്യവും അതിനകത്തില്ല. കാരണം ചാർജില്ല. കാരണം പട്ടിലിടിഞ്ഞ് വീഴുന്നവരും അതിൻ്റെ മുകളിൽ മരം വീണിട്ടും ഫെൻസിങ് കംപ്ലീറ്റ് പോയി. ഫെൻസിങ്ങിൻ്റെ കാലുകൾ സ്ട്രോങ് ആയി കുഴിച്ചിട്ടെങ്കിൽ തന്നെ ഈ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫെൻസിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഫെൻസിങ് ഉണ്ട്, കമ്പി വലിച്ചിട്ടുണ്ട് കാര്യമില്ല. കമ്പി അങ്ങനെ ഈ ഇതിൻ്റെ അടിയിൽ കാല് വെച്ചിട്ട് അങ്ങോട്ട് ഞെക്കുമ്പോൾ ഇത് അധികം വരും. തൊടുമ്പോൾ വീഴുന്ന മാതിരിയുള്ള കാലാണ് ഇട്ടാണ്. അപ്പോൾ ഈ ഫെൻസിങ് എത്രമാത്രം സ്ട്രോങ് ആവണോ അത്രമാത്രം എന്നാൽ മാത്രമേ ഈ ഇതിനൊരു പരിഹാരമായിട്ട് കാണുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ പറയാനില്ല. കാരണം ഈ കർഷകർ അതുപോലെ തന്നെ ഇതിപ്പോൾ പാട്ടത്തിൽ വെച്ചതാണ്. ഈ പാട്ടത്തിന് വെച്ച വാഴ കുലച്ച വാഴകളാണ്. വാഴകളെല്ലാം ഈ നിലയ്ക്കായി. വർഷങ്ങളോളമായിട്ട് ആനകൾ വരലും ശല്യപ്പെടുത്തലും എല്ലാം ആയിട്ടും എന്ത് പറഞ്ഞിട്ടും അവർ വരിക, വന്ന് നോക്കുക, പോവുക. അതിനൊരു പ്രതികരണം ഒന്നുമില്ല. ഇതൊക്കെ തന്നെ നമുക്ക് ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു വർഷം വരെ പണിയെടുത്ത് വായിൽ കിട്ടുന്ന സമയത്താണ് അത് പോണത്. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധികൾ നമ്മൾ ഈ പറയുക ഇത് തന്നെ ഉള്ളൂ. അവർ വരിക, നോക്കുക. അവർ ഇന്നലെ ഇപ്പോൾ വീടുകളുടെ ചുറ്റും വന്നു, മുറ്റത്ത് വന്നു, ആന വന്നു, കണ്ണിക്കണക്കെ നശിപ്പിച്ചു, സാധനങ്ങൾ നശിപ്പിച്ചു. വീടിൻ്റെ പടിക്കലൊക്കെയാ വന്നിട്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട്. ഇത് നമ്മളിതിങ്ങനെ പറച്ചിലും ഇത് തന്നെ ഉള്ളൂ. വാഴത്തോട്ടം വാഴകളൊക്കെ കുറേ നശിപ്പിച്ചു.